സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 22 തൃശ്ശൂരിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് തൃശ്ശൂർ മാജിക് FC നേരിടുന്നു തിരുവനന്തപുരം കൊമ്പൻസ് FC. ഒരിക്കൽ കൂടി സ്വാഗതം ടു ദ കോർപ്പറേഷൻ സ്റ്റേഡിയം ഇൻ തൃശ്ശൂർ. കേരളത്തിന്റെ സാംസ്കാരിക നഗരിയിലേക്ക് സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മലയാളത്തെ ഒരിക്കൽ കൂടി വരവേൽക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ ഭാഗത്തുനിന്ന് പന്ത് സുന്ദരമായി പിടിച്ചെടുക്കുന്ന ഷാഫി. റൊണാൾഡ് മാക്കലിസ്റ്റീൻ ഓൺ ടാർഗറ്റിലേക്ക്. തിരുവനന്തപുരത്തിന്റെ റൊണാൾഡ് ആണ് ആദ്യമായി ഒരു ഹെഡർ ശ്രമം നടത്തുന്നത്. നല്ലൊരു ഇന്റർസെപ്ഷൻ ആൻഡ് അഗൈൻ ചാൻസ് ഫോർ ട്രിവാൻഡ്രം. തിരുവനന്തപുരം കൊമ്പൻസ്. What a start for തിരുവനന്തപുരം കൊമ്പൻസ്. പോളോ വിക്ടർ ലീമ ഈ മത്സരത്തിന്റെ 5ാം മിനിറ്റിൽ തൃശ്ശൂരിന്റെ വലയിൽ ആദ്യ പന്ത് എത്തിച്ച് തൃശ്ശൂരിനെ ഞെട്ടിക്കുന്നു. തൃശ്ശൂർ സ്റ്റണ്ട്. സ്റ്റേഡിയം സൈലന്റിലാണ്. സ്റ്റേഡിയത്തിൽ നിശബ്ദത. Why? Because തിരുവനന്തപുരം കൊമ്പൻസ് അവേ ടീം ഈ മത്സരത്തിന്റെ 5ാം മിനിറ്റിൽ ഒരു സ്റ്റണ്ണിംഗ് സ്റ്റാർട്ട്, ഫ്ലോയിങ് സ്റ്റാർട്ട് ടു കൊമ്പൻ. 1 തിരുവനന്തപുരം കൊമ്പൻസ് 1 തൃശ്ശൂർ മാജിക് 0. സത്യജിത്ത് പുറത്തുള്ളയിലേക്ക് പന്ത് വരികയാണ്. ആൻഡ് ഗോൾ കീപ്പറെ പോയി ചാലഞ്ച് ചെയ്യുന്നു ആ ഏരിയൽ ബോളിൽ. പക്ഷെ കാണുക, റെഫറിയുടെ ഡിസിഷൻ പോകുന്നത് തൃശ്ശൂർ മാജിക്കിന് അനുകൂലമായിട്ടാണ്. ഞാൻ ഒരുപക്ഷെ വിചാരിച്ചു അത് ചാലഞ്ച് ഓൺ ഗോൾ കീപ്പർ എന്ന രീതിയിൽ അത് ഒരുപക്ഷെ എടുത്തേക്കും. പക്ഷെ അവിടെ ആ ജേഴ്സി നമ്പർ 23 ഓഫ് തൃശ്ശൂരിന്റെ ജേഴ്സി നമ്പർ 23 തൃശ്ശൂർ മാജിക്കിന്റെ പിടിച്ചെടുക്കുന്നു മാജിക്. ഇവാൻ മാർക്കോവിച്ച് ബോക്സിനകത്ത്. ഇവാൻ മാർക്കോവിച്ച് നല്ലൊരു പാസ്. ലെനി റോഡ്രിഗസ്. വീണ്ടും ചാൻസ് ഫോർ തൃശ്ശൂർ. ആൻഡ് മാജിക് ആർ ബാക്ക്. 16ാം മിനിറ്റിൽ സുന്ദരമായ ടീം ഗെയിം. തൃശ്ശൂർ മാജിക് തിരിച്ചു വരുന്നു. ഫൈസൽ അലി ജേഴ്സി നമ്പർ 11 ഫൈസൽ അലിയിലൂടെ തൃശ്ശൂർ ഗോൾ വഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടിക്കുകയാണ്. വാട്ട് എ കംബാക്ക്. ഇതാണ് കംബാക്ക്. തൃശ്ശൂരിന്റെ കംബാക്ക് ആണ്. 1-1. റൊണാൾഡ് മാക്കലിസ്റ്റീൻ ബോക്സിനകത്തേക്ക് പന്ത്. ഇൻസൈഡ് ദ ബോക്സ് റൊണാൾഡ്. നല്ല ഗെയിം അവിടെ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ റൊണാൾഡ് ഒരു ഗെയിം ബിൽഡപ്പ് ചെയ്തു. പക്ഷെ ഫൈനൽ തേർഡിനകത്ത് അത് ആകപ്പാടെ ഒരു അഴകുഴമ്പൻ രീതിയിലേക്കായി മാറി അവസാനം. Welcome once again to the Corporation Stadium in Thrissur. രണ്ടാം പകുതി ആരംഭിക്കുന്നു. ഇരു ടീമുകളും ആദ്യ പകുതിയിൽ ഒപ്പത്തിനൊപ്പം 1-1 സമനിലയിലാണ്. തൃശ്ശൂർ മാജിക് FC 1 തിരുവനന്തപുരം കൊമ്പൻസ് FC 1. ആദ്യ പകുതിയുടെ 16 മിനിറ്റുകൾക്കുള്ളിൽ ഈ 2 ഗോളുകളും വീണിരുന്നു. ബോക്സിന്റെ വെളിയിലേക്ക് വന്ന പന്ത് രണ്ടാമത് റീബൗണ്ട് വിൻ ചെയ്യാനും സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനും സാധിക്കുന്നില്ല. ഒടുവിൽ അതൊരു ഫൗളിൽ കലാശിക്കുന്നു. റഫറി അശ്വിൻ കാർഡ് വെളിയിലെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. യെസ്, റഫറി അശ്വിൻ ജേഴ്സി നമ്പർ 22 മുഹമ്മദ് ജാസിമിനാണ് യെല്ലോ കാർഡ് കാണിക്കുന്നത്. ഓരോ മുന്നേറ്റങ്ങളും ആ രണ്ടാമത്തെ ടച്ചിൽ തടസ്സപ്പെടുമ്പോൾ കളിയുടെ ആ ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഫൗൾ വിസിലുകൾ രണ്ടാം പകുതി തുടങ്ങിയതിനു ശേഷം പ്രത്യേകിച്ച്. ലോങ് റേഞ്ചർ നെൽസൺ ആൽവാസ്. തിരുവനന്തപുരത്ത് നടന്ന എവേ ഗെയിമിൽ തൃശ്ശൂരിന്റെ വിജയ ഗോൾ നേടിയ നായകൻ. ലെനി പാബ്ലി ബാക്ക് പാസ് കളിക്കുമ്പോഴും ഉമാശങ്കറാണ് പലപ്പോഴും ബോൾ മുന്നോട്ടേക്ക് കളിക്കുന്നുണ്ടായിരുന്നത്. യെല്ലോ കാർഡ് ഫോർ ഹെർനാൻ റോച്ച. അതൊരു ക്രൂഷ്യൽ ഫൗളായി മാറുകയാണ്. കെവിനാണ് പന്തുമായി തൃശ്ശൂരിന് വേണ്ടി മുന്നിലേക്ക് പോകാൻ ശ്രമിച്ചത്. കെവിനെ ഹെർനാൻ റോച്ച കാല് വെച്ച് തടസ്സപ്പെടുത്തുന്നു. സോ അത് ഫൗൾ റഫറി കൃത്യമായി സ്പോട്ട് ചെയ്യുന്നു. റഫറി അശ്വിൻ. ആൻഡ് ഇതിന് ബ്രില്യന്റ് ഫ്രീ കിക്ക്. കെവിൻ ഇടത് കാല് കൊണ്ടെടുത്ത ഫ്രീ കിക്ക് ഫസ്റ്റ് പോസ്റ്റിനെ ഒന്ന് തൊട്ട് തലോടി കടന്നു പോകുന്ന കാഴ്ച. ഇടത് വിങ്ങിലൂടെ തൃശ്ശൂരിന്റെ ആക്രമണം. 90 മിനിറ്റുകൾ പൂർത്തിയായിരിക്കുന്നു. പാസ് ആദ്യം പാട്രിക് മോട്ടൻ ചെന്നു. റഫറിയുടെ ഫൗൾ വിസിൽ മുഴങ്ങുന്നു. 5 മിനിറ്റിന്റെ ഇഞ്ചുറി ടൈമിലേക്ക് ഈ മത്സരം കടക്കുമ്പോൾ, സെക്കൻഡ് ഹാഫിന്റെ 5 മിനിറ്റ് ഇഞ്ചുറി ടൈമിലേക്ക് ഈ മത്സരം കടക്കുമ്പോൾ തൃശ്ശൂരിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ആണ് അവിടെ അവാർഡ് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിന് അനുകൂലമായ ഫ്രീ കിക്ക് വരുന്നു. നെൽസൺ ആൽവാസ്. പക്ഷെ ഓഫ് സൈഡ് ആണ്.
ഓ, ഒരു വേള ഈ സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നു. എവ്രിബഡി സ്റ്റാൻഡിങ്ങിലായി. ചാൻസ് ഫോർ ട്രിവാൻഡ്രം. ഓ, 95 മിനിറ്റും കഴിഞ്ഞ് 96 മിനിറ്റിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടുന്നത്. റൊണാൾഡിന്റെ നല്ലൊരടി, പെർഫെക്റ്റ് സ്ട്രൈക്ക് തന്നെയാണ് റൊണാൾഡ്. അവസാനമായ ഒരു കോർണർ കൂടി തിരുവനന്തപുരത്തിന്, പാട്രിക് മോട്ടയുടെ കോർണർ. പക്ഷേ സെക്കൻഡ് പോസ്റ്റും കഴിഞ്ഞ് നീണ്ടുപോയ കോർണർ അവിടെ കണക്ട് ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. സോ അതോടുകൂടി ആ കോർണർ കണ്ടുകൊണ്ട് ഫൈനൽ വിസിൽ മുഴങ്ങുകയാണ്. രണ്ടാം പകുതിയിലും യാതൊന്നും സംഭവിച്ചില്ല. ആദ്യ പകുതിയിൽ കണ്ട 1-1 എന്ന ഗോളിൽ തന്നെ കാര്യങ്ങൾ അവസാനിച്ചു. സോ ഫുൾ ടൈം സ്കോർ ഹിയർ ഇൻ ദ കോർപ്പറേഷൻ സ്റ്റേഡിയം ഇൻ തൃശൂർ. ഇറ്റ് ഈസ് ദ ഹോം ടീം തൃശൂർ മാജിക് FC 1 and the Thiruvananthapuram Kompans FC 1.